ഹായ്, ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. എന്താണ് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി അല്ലേ? യെസ്, ഞാനും ഹാപ്പിയാണ്, വളരെ സന്തോഷവാനാണ്, ഗ്രേറ്റ്ഫുൾ ആണ്. അതുപോലെ എന്നെ കേൾക്കാൻ വന്ന, ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന എൻ്റെ എല്ലാവർക്കും, എന്റെ മുന്നിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ വളരെ മനോഹരമായ ഒരു ടോപ്പിക്കാണ് അല്ലെ, ദ പവർ ഓഫ് നൗ. എന്താണ് പവർ ഓഫ് നൗ? ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളത് അല്ലെ, ഈ നിമിഷത്തെ നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദ പവർ ഓഫ് നൗ അല്ലെ. നമ്മളൊക്കെ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മളവിടെ ജീവിക്കുന്നില്ല പലരും അല്ലെ. നമ്മള് ഈ നിമിഷത്തിൽ ജീവിക്കുക, വരാനിരിക്കുന്ന എന്തിനോ ഓർത്ത് ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ ഇനി നടക്കാനുണ്ട് എന്നതിനെയൊക്കെ കുറിച്ച് ആകുലപ്പെടുന്ന ഒരു ലൈഫാണ് നമ്മൾ അല്ലെ. പലരുടെ, നമ്മളൊക്കെ ഒരു ഭൂരിപക്ഷ ആളുകളുടെയൊക്കെ ഇനി വരുന്ന ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മൾ ആ സ്ട്രെസ്സാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതിലൂടെ എന്താണ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുന്നു, പലതരം ഇമോഷൻസ് നമുക്ക് ഉണ്ടാവുന്നു, സ്വസ്ഥതയില്ലാത്ത ലൈഫാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഈ നിമിഷത്തിൽ ജീവിക്കാത്തവർക്ക് ഒരുപാട് ഈ ജീവിതം നഷ്ടമാവുന്ന ഒരു അവസ്ഥയാണ്. സന്തോഷം എന്താണ് ഹാപ്പിനെസ്, എന്താണ് സമാധാനം, അബണ്ടൻസ് ലൈഫ് എന്താണ്, ഒന്നും ആസ്വദിക്കാൻ കഴിയാതെ കാലം കഴിച്ചു കൂടുന്ന ഒരു പ്രതീതിയാണ് നമ്മളുടെ ഈ ലോകത്ത് അല്ലെ. ഓരോരുത്തരും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, മക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, അങ്ങനെ പലതരം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട്, ഓവർ സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളെ മറന്ന് ജീവിക്കുന്നവരാണ് പല അല്ലെ. നമ്മളെ മറന്ന് ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ നിമിഷം, സ്റ്റിൽ ഈ മൂമെന്റിനെ വളരെ ആസ്വാദകരമായി, വളരെ സന്തോഷത്തോടു കൂടി നമ്മള് അത് ജീവിക്കാൻ കഴിയണം, ആസ്വദിച്ച് ജീവിക്കാൻ കഴിയണം. അതിന് വേണ്ട ഈ നിമിഷത്തിൽ ജീവിക്കാനുള്ള 10 കാര്യങ്ങളാണ്, ഒരു 10 പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, ലിവ് ഇൻ ദ മൂമെന്റ്സ്, അതായത് ലിവ് ഇൻ ദ പ്രസൻസ്. ഈ മൂമെന്റിനെ നമ്മൾ പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ നമ്മൾ ഓർത്ത് അതിന് ആകുലപ്പെടാതെ ജീവിക്കുക എന്നുള്ളതാണ് ഒന്ന്. ഓക്കെ. രണ്ടാമത്, ബിവെയർ ഓഫ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അല്ലെ. നമ്മളെ ഫീലിങ്സിനെ കുറിച്ചും നമ്മളെ വികാരങ്ങളെ കുറിച്ചും തോട്ടുകൾ, ചിന്തകളെ കുറിച്ചും നമ്മൾ ബിവെയർ ആവുക, ബോധവാന്മാരാകുക. രണ്ടാമത്തെ പോയിന്റാണ്. അതെന്താ വെച്ചാല്, നമ്മളെ ചിന്തകൾ, പലതരത്തിലുള്ള ചിന്തകളാണ് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് പോസിറ്റീവായ ചിന്തകളാണ്, പോസിറ്റീവ് തോട്ട്സ് അല്ലെ. നമ്മളെ നല്ല ചിന്ത, ഈ സംഭവിക്കുന്നു നല്ലതിന്, ഇന്നലെ സംഭവിച്ചു നല്ലതിന്, നാളെ സംഭവിക്കാനിരിക്കും നല്ലതിന് എന്നൊരു തോട്ട്, നമ്മളെ ഫീലിങ്സ്, നമ്മളെ വിചാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അറിയുക, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക. ഓക്കെ. പല ഫീലിങ്സും, നമുക്ക് പലതരം ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മളെ മൈൻഡിലുള്ള ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകും. ബിവെയർ ഓഫ് യുവർ ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. ഓക്കെ. 3, ലെറ്റ്സ് ഗോ ഓഫ് വറീസ് ആൻഡ് റിഗ്രറ്റ്സ്. എന്താണ്? നിങ്ങളെ ആശങ്കപ്പെടാതെയും പശ്ചാത്തലത്തിൽപ്പെടാതെയും മുന്നോട്ട് നീങ്ങും. 3ാമത്തെ പോയിന്റ്സ് ആണ്, ശ്രദ്ധിക്കണം. നമ്മള് പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, വരാനിരിക്കുന്ന എന്തിനെ കുറിച്ചുള്ള ആശങ്കപ്പെടാറുണ്ട് അല്ലെ. എന്തെങ്കിലും ദുരന്തങ്ങൾ വരുമ്പോഴും അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ എന്തെങ്കിലും നടക്കാനിരുന്ന വല്ല പദ്ധതികളാണ് ശരി, വീട് വെക്കുന്ന കാര്യങ്ങൾ ശരി, ജോലിയുടെ കാര്യങ്ങൾ ശരി, ബിസിനസിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓവർ തിങ്ക് ചെയ്ത് അതിനെ നമ്മൾ കൂടുതൽ ആശങ്കപ്പെടുന്നു, അതിനെ ഓർത്ത് പശ്ചാത്തപിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നു. അപ്പൊ അത്ര 2 അവസ്ഥകൾ എന്ത് ചെയ്യുന്നു? നമ്മളിൽ നിന്ന് റിമൂവ് ചെയ്യുക, ഒഴിവാക്കുക. എന്നാലും നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പൊ 4ാമത്തെ പോയിന്റ്, ഫോക്കസ് ഓൺ ദ പ്രസന്റ് മൂമെന്റ്.
അപ്പോൾ നമ്മൾ ഈ മൂവ്മെന്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോഴത്തെ പ്രസൻസ് ആയിട്ടില്ല, ഇപ്പോൾ നിലനിൽക്കുന്ന ഈ വർത്തമാന കാലത്ത് ഈ മൂവ്മെന്റ്സിനെ നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ. നാലാമത്, നമ്മൾ ഇന്ന് നടക്കുന്ന കൂടുതൽ സന്തോഷം ഉണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡുകൾ ഉണ്ടാവാം, ഒരുപാട് അനുഗ്രഹങ്ങളുടെ ദിവസമായിരിക്കും. ആ ദിവസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മറന്നുപോവാണ്, നമ്മൾ നമ്മളെ തന്നെ മറന്നുപോവാണ് അല്ലെ. സർവശക്തൻ നമ്മൾക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, നല്ല നല്ല കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സൈഡിലേക്ക് മാറ്റി വെച്ച് നാളത്തെ കാലത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ആവശ്യമില്ലാത്ത അനാവശ്യ ചിന്തകളിലേക്ക് കടന്നു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ആവശ്യമില്ലാത്ത ഇമ്പോരിറ്റീസ് അവിടെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത ഇമോഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, ഉണ്ടാവുന്നു. നമുക്ക് ഹാപ്പിനെസ് നഷ്ടപ്പെടുന്നു. ഓക്കെ. അപ്പോ ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിൽ മൂവ്മെന്റിനെ നമ്മൾ എന്തിനും ആസ്വദിക്കാൻ ആസ്വദിക്കുക. നമ്മൾ എന്താണ് ഈ മൂവ്മെന്റ്, നമ്മൾ എന്തൊക്കെ ഉണ്ടായി ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നടന്നത് ഈ മൂവ്മെന്റ് ഇതുവരെ, അതിനെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുക. അതിലൂടെ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആസ്വദിക്കുക. അപ്പോഴാണ് നമ്മൾ സ്റ്റിൽ മൂവ്മെന്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ആ ലൈഫിനെ ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ഓക്കെ. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന് ഉത്തരവാദി നിങ്ങൾ മാത്രം, വേറെ ആരുമല്ല. നിങ്ങളുടെ ജീവിതത്തിന്, ലൈഫിന് നിങ്ങൾ മാത്രമേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി, വേറെ ആരുമല്ല. അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന് ഉത്തരവാദിത്വത്തിന് എന്തൊക്കെ ചെയ്യണം ലൈഫിൽ അല്ലെ, അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം, ആ ലൈഫിന് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അതിന് നീങ്ങുക. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുക, ചെയ്യുക. ഓക്കെ. അതിന് വേണ്ട ഡേ ബൈ ഡേ കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ. പിന്നെ ഡോണ്ട് വറി അബൌട്ട്, അതായത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ, നമ്മളെ കുറിച്ച് മറ്റുള്ളവർ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നു, അത് നമുക്ക് തോന്നണം. അത് നിങ്ങൾ വിടുക. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അല്ലെ. അപ്പൊ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞോട്ടെ, നമുക്ക് ഒരു വിഷയം നമ്മൾ അത് ഈ ചെവിയിലൂടെ വിട്ട് ഈ ചെവിയിലൂടെ വിടുക, ബസ് കേട്ട് ഈ ചെവിയിലൂടെ വിടുക. നമ്മളൊന്നും അതിനെ കുറിച്ച് പറയാറുണ്ട്. അതിനെക്കുറിച്ച് അവരെന്ത് പറഞ്ഞോട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല എന്റെ ലൈഫ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തും ചെയ്തു അത് എനിക്ക് കേൾക്കേണ്ട, എനിക്കുള്ള ഇറിറ്റേഷൻ അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് എന്റെ ലൈഫാണ്, എന്റെ ജീവിതമാണ്, എന്റെ ഉള്ളിലുള്ള സോളാണ് എനിക്ക് വേണ്ടത്. എന്റെ ഉള്ളിലെ സോളിനെ എനിക്ക് ശക്തിപ്പെടുത്തണം. എന്റെ ഉള്ളിലെ സോളെ എനിക്ക് ശക്തിപ്പെടുത്തി അതിനെ റെസ്പെക്ട് ചെയ്ത് അതിനെ എനിക്ക് സ്നേഹിച്ചാലുള്ളൂ എനിക്ക് വിജയമുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡ് സെറ്റ് ചെയ്യണം അല്ലെ. നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്തൊക്കെ മറ്റുള്ളവർ എന്ത് വിചാരിച്ചിട്ടെ, എന്നെ പറ്റി പരദൂഷണം പറഞ്ഞോട്ടെ, കുറ്റം പറഞ്ഞോട്ടെ, ലോകത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, എല്ലാവരെയും പ്രീതിപ്പെടുത്തി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം എല്ലാവരും, ഒരു കുടുംബത്തിൽ തന്നെ നമ്മൾ ലോകം വിട്, നമ്മളൊരു കുടുംബത്തില്, നമ്മളെ ഒരു വീട്ടില് എത്ര പേരുണ്ട്, അത്ര പേരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? അവരൊക്കെ പ്രീതി പറ്റി നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ്. എല്ലാവരുടെയും സ്നേഹം വാങ്ങി എല്ലാവരും അത് വരും ഓട്ടോമാറ്റിക്. നമ്മൾ അതിനെ കുറിച്ച് ബോധേടാവരും, അതിനെക്കുറിച്ച് നമ്മൾ വിട്ടുകളയാ. അതാ പറഞ്ഞ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, നമ്മൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജീവിതത്തിൽ. ഒരുപാട് ബിസിനസ് പദ്ധതികൾ ഉണ്ടാവും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, തുടർ പഠനങ്ങൾ ഉണ്ടാവും, മറ്റുള്ള ഒരുപാട് പ്ലാൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ കാഴ്ച വെക്കാനുണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവർ എന്തോ നമ്മളെ പറഞ്ഞോട്ടെ, കുറ്റം പറഞ്ഞോട്ടെ, എന്ത് പറഞ്ഞു, അത് അവരെ പാടായി. നമ്മൾ അതിനെ കുറിച്ച് പറയിടാവരുത്. അതിനെ കുറിച്ച് നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രതികരിക്കാൻ പോകരുത്. അപ്പൊ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, നമ്മൾ നമ്മളെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ. അങ്ങനെ അപ്പോ ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ നേച്ചർ ആൻഡ് ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. എന്താണത്? നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങൾ നന്നായി സൂക്ഷിക്കുക. നമ്മൾ പറയല്ലേ, നിന്റെ നാവിനെ സൂക്ഷിക്കുക,
നീ ചെയ്യുന്ന പ്രവൃത്തിയെ നീ സൂക്ഷിക്കുക, അല്ലെ? നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിങ്ങൾ പറയുന്ന വാക്കുകൾ, മറ്റുള്ളവരോട് സംസാരിക്കുന്ന വാക്കുകൾ, എന്താണ് ഞാൻ ഈ പറയുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്താ പറയുന്നത്, ആ ഒരു വാക്കുകൾ എന്താണ്, പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരോട് എന്തെങ്കിലും കാണിച്ചു കൂട്ടുക, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനെ കുറിച്ച് നിങ്ങൾ ബിവെയർ, നിങ്ങൾ ബോധവാന്മാരാകും. ഓക്കെ. കണക്ടിവിറ്റി. പിന്നെ 8ാമത്തെ, കണക്ട് വിത്ത് യുവർ നേച്ചർ ആൻഡ് യുവർ സറൗണ്ടിങ്, അല്ലെ? നിങ്ങൾ പ്രകൃതിയുമായും നിങ്ങളുടെ ചുറ്റുപാടുകളുമായും എന്ത് ചെയ്യണം? നിങ്ങൾ കണക്ട് ആവുക, ബന്ധമുള്ളവരാകുക. നമ്മളുടെ ചുറ്റുപാടുകളും നമ്മളുടെ പ്രകൃതിയുമായി നമ്മളെപ്പോഴും അതിന്റെ അർത്ഥം എന്താ പറയുന്നത്, നമ്മൾ ഒരു ആലസ്യമായിട്ടുള്ള ലൈഫ്, ഒറ്റയാൻ തടി, ഞാൻ ഒന്നിൽക്കില്ല, ഞാൻ ഒന്നിലുമില്ല, ഞാൻ ഏകനായി ഇങ്ങനെ നടക്കുന്നു, ഒരാളെ ഇതിനും കേൾക്കാനില്ല, അങ്ങനെ ഒരു ലൈഫ് ഉണ്ട്. നമ്മളെ പ്രകൃതിയെ, നമ്മുടെ ഉള്ളിലുള്ള ആ ചുറ്റുപാടിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല, എന്താ നടക്കുന്നൊന്നും പറയാതെ നമ്മളെ സെൽഫിഷ്നെസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മളെ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട്, അതല്ല ആവശ്യം. സെൽഫിഷ്, രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൽഫിഷും വേറെ, സെൽഫ് ലവും വേറെ. അപ്പൊ നിങ്ങളുടെ പ്രകൃതിയുമായും നിങ്ങളുടെ ചുറ്റുപാടുകളുമായും എന്താവുന്നു? നിങ്ങളെപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം, അല്ലെ? സ്വന്തം കാര്യം ചിന്താവാ എന്നുള്ള രീതിയിലുള്ള ആ രീതിയിലുള്ള പ്രവർത്തനമാവുന്നത്. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നുണ്ട്? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തോ, അല്ലെ? എന്തെങ്കിലും നന്മകൾ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റിപരമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ നമുക്ക് എന്തെങ്കിലും സ്നേഹിച്ച് അവർക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അതിലേക്ക് നമ്മളെ ഉയർച്ച, നമുക്ക് എനർജി, അല്ലെ? അപ്പോഴും വേണ്ടത് നമ്മളിലേക്ക് നോക്കിയാലുള്ളൂ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സെൽഫായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് നോക്കി അതിനെ ശക്തിപ്പെടുത്തിയാലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ആ ഒരു ആത്മാർത്ഥത അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ട് ചെയ്യുള്ളൂ. എനർജി കണക്റ്റഡ് ആവണമെങ്കിൽ നമ്മൾ സ്വയം എനർജി ഉള്ളവരായിരിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ഒരാളെ ഇത് ചെയ്യുക, ഞാൻ ചെയ്തോന്ന് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു മൈൻഡ് ഒന്നും വരില്ല. എനർജി നമ്മളെ ഉള്ളിൽ ഫോം ചെയ്യുമ്പോൾ, അത്രത്തോളം എനർജി വൈബ്രേഷൻ ഉണ്ടാവുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ, മറ്റുള്ളവർ അതൊക്കെ തിരിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, അവിടെയും നമ്മൾ എന്താണ്, അൺകണ്ടീഷണൽ ലവ് എന്ന് തന്നെ. അതായത് നിരുപാധിക സ്നേഹമാണ്. മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അൺകണ്ടീഷണൽ ലവ്, അല്ലെ? അൺകണ്ടീഷണൽ ലവ്. ആ രീതിയിൽ നമുക്ക് മറ്റുള്ളവരിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ആ ഒരു സ്നേഹം, അപ്പോൾ നമ്മളുടെ സ്നേഹം അവരിലേക്ക് നിറഞ്ഞോളൂ. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അവരുടെ കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും ആവശ്യകത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിലൊരു സജീവമായിട്ട് കാര്യങ്ങൾ ചെയ്തോളൂ. എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, അതല്ല ഫിനാൻഷ്യൽ ലെവലിലാണെങ്കിലോ, ഏത് രീതിയിലാണ് മറ്റുള്ളവർ ചുറ്റുപാടുകളും പ്രകൃതിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണക്റ്റഡ് ആവുക എന്നുള്ളത്. അത് ഒത്തിരി കണ്ടന്റാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഫൈൻഡ് യുവർ ഇന്നർ പീസ് ആൻഡ് കാം. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക സമാധാനം, ഉള്ളിലുള്ള ആ സമാധാനവും ശാന്തിയെയും നമ്മൾ ഫൈൻഡ് ചെയ്യുക, നമ്മൾ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മുടെ ഉള്ളിലുള്ള ശാന്തി, സമാധാനം അത്രയും പവർഫുൾ ആയി, അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കാൻ, അതിനെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതെങ്ങനെ? ഉള്ളിൽ സമാധാനമായിട്ടിരിക്കണം, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കണം, അല്ലെ? അതിനെന്ത് ചെയ്യണം? നമ്മൾ ഓവറായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാവരുത്, അല്ലെ? അയാൾ ഇങ്ങനെ സംസാരിച്ചു, അയാൾ എന്നോട് ഓവറായിട്ട് സംസാരിച്ചു, അല്ല അവൾ എന്നോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തു, അത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയി. അപ്പൊ ആ രീതിയിലുള്ള ഇത് നമ്മളെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ എന്ത് ചെയ്യുക, നമ്മൾ ആവശ്യങ്ങൾക്ക് മാത്രം കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെ മാക്സിമം നല്ലൊരു സൈലന്റ് എന്ന് വെച്ച് ഗ്ലൂമി ആയി നിൽക്കാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ശാന്തത മനസ്സിൽ ഓവറായിട്ട് നമ്മൾ സംസാരിക്കും തോറും ഇപ്പൊ നമുക്ക് തന്നെ മറ്റുള്ളവരുടെ സംസാരങ്ങളെ കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ വരും.
ഓവറായിട്ട് സംസാരിക്കും അല്ലെ. നാച്ചുറലായിട്ട് നമ്മളെ മുമ്പിൽ വന്ന് സംസാരിക്കും, കൂടുതൽ ഓവർ സ്മാർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മളെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ, അങ്ങനെ ഒരു രീതിയിലാവാതെ എന്ത് ചെയ്യണം, നമ്മൾ കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മുടെ മനസ്സിലെ ഉള്ളിലൊരു ശാന്തതയും ശാന്തിയെയും സമാധാനത്തെയും നമ്മൾ ഫൈൻഡ് ചെയ്യാം അല്ലെ. അതിനു വേണ്ടി അപ്പോൾ ഫൈൻഡ് ചെയ്യുക, നമ്മൾ എന്താ, എങ്ങനെ മനസ്സമാധാനം ഉണ്ടാക്കണം, എങ്ങനെ എനിക്ക് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റും മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെ. എനിക്ക് സമാധാനമായിട്ട്, എനിക്ക് സന്തോഷത്തോടെ ശാന്തിയോട് കൂടി ഇരിക്കാൻ പറ്റണം. അതിന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനു വേണ്ടി ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ലൈഫ്. അപ്പൊ ജീവിതത്തില് ലൈഫ് ഫുള്ളി വിത്ത് നമ്മൾ ഓവറായിട്ട് ഫിയർ, പിന്നെ സംശയിക്കല്, നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷത്തെ ആസ്വദിക്കാതിരിക്കാനും ആസ്വാദനം നമുക്ക് കിട്ടാതിരിക്കാനുള്ള ഒരു ഘടകമാണ് എന്താണ്, പേടി അല്ലെ. എന്തിനെ പേടിക്കുന്ന ഒരു 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 സംഭവം ഉണ്ട് നമുക്ക്. എന്തിനെ പേടിക്കുക, എന്ത് കാര്യത്തിനും. അതങ്ങനെയാവും, ഇതിങ്ങനെയാവും, അവരെന്താ ചെയ്യുക, ഇനിയിപ്പോ അതെങ്ങനെയാവും, എന്തിനെ കുറിച്ചൊരു പേടി, ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാവുക. ആ ഭയം നമ്മൾ ഹീൽ ചെയ്ത് അതിനെ ഒഴിവാക്കുക. നമ്മുടെ മനസ്സിലും ഒന്നിനും പേടിയില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, അത് സെറ്റ് ചെയ്യുക. പേടിയില്ലാത്തൊരു ജീവിതമാണ് നമുക്ക്. അതുപോലെ സംശയം അല്ലെ, സംശയത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, വിദൂരത, സംശയത്തെ നമ്മൾ റിമൂവ് ചെയ്യുക. നമുക്ക് സംശയം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് പലർക്കും അല്ലെ. ചിലർക്ക് ഭാര്യയെ സംശയിക്കാം, ചില വേറെ എന്തെങ്കിലും സംശയം, ചിലപ്പോൾ സ്വന്തം തന്നെ സെൽഫായിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. എന്ത് കാര്യത്തിനും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണ്, നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല, സംശയമാണ്. അപ്പോ നമ്മളെ സംശയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മറ്റുള്ളവരെ സംശയിക്കാനേ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ സംശയിക്കാനേ പറ്റുള്ളൂ, നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ ബിലീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഉള്ളിലുള്ള ആളെ നമ്മൾ ആദ്യം, നമ്മുടെ ഉള്ളിലുള്ള ആളെ നമ്മൾ വിശ്വസിക്കുക, അതിനെ സംശയിക്കാണ്ടിരിക്കുക, ഒരു കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്നൊരു പ്രവർത്തനം, നമ്മൾ ഏത് തീരുമാനം എടുക്കുന്നു, അന്ത്യ തീരുമാനം, അവസാന തീരുമാനം നമ്മളിൽ നിന്നായിരിക്കണം. ആ ഒരു രീതിയിൽ മറ്റുള്ളവരുടെ തീരുമാനത്തിൽ നമ്മളെ ലൈഫ് വിട്ടുകൊടുക്കാൻ പാടില്ല. നമുക്ക് നമ്മളെ ലൈഫാണ് വലുത്, എന്റെ തീരുമാനമാണ് വലുത്. 100 ആളുകൾ അഭിപ്രായം പറയാൻ വരും ജീവിതത്തിൽ, നമുക്ക് അത് ചെയ്യരുത്. ഒരു സംഗതി ചെയ്യാനിരിക്കുമ്പോൾ അപ്പൊ പറയും, നീ അത് ചെയ്യണ്ട, അത് ചെയ്യണ്ട, അത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്ത് ചെയ്യും, ഒന്നും ഉണ്ടാവില്ല. ഒരു അന്ധമായിട്ട് നമ്മൾ പറഞ്ഞ് അങ്ങനെ ഒരു ഇത് ചെയ്യാണ്. അതിന്ന് മാറ്റി നിർത്തുക, അത് അവരുടെ ഹോബീസാണ്. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്, എന്തൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അതിന്ന് നമുക്ക് പിൻവലിക്കുക, നമ്മളെങ്ങനെയും പിൻവലിക്കുക. ഒന്നില്ലെങ്കിൽ അസൂയായിരിക്കും, ഒന്നില്ലെങ്കിൽ നമ്മൾ നന്നാവണം കാണാൻ താല്പര്യം ഇല്ലാത്തവരായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ആളുകളുടെ കൂടുതൽ അഭിപ്രായങ്ങളോ ഇത്രയും നമ്മളൊരു പദ്ധതികളായിട്ടൊന്നും അവരോട് ചർച്ച ചെയ്യാനിരിക്കുക. ചർച്ച ചെയ്യാൻ നമ്മളെ സമാധാനം നഷ്ടപ്പെട്ടു. ഇപ്പൊ ചെയ്യുന്ന പദ്ധതികൾക്കൊക്കെ എന്ത് ചെയ്യും, അത് അവിടെ ഭയങ്കര ലാഗ് വരും, ഒന്നും നടക്കാത്തൊരവസ്ഥ വരും. നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. വീണ്ടും ഈ ആശങ്കകളും മറ്റുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കയറി അങ്ങനെ ഭയങ്കര നമ്മള് മെന്റലി ഹെൽത്ത് ആവില്ല, അതുപോലെ നമ്മളെ ഫിസിക്കലി ഹെൽത്ത് ആവില്ല. അതാണ്. അപ്പൊ ഇത്രയും 10 പോയിന്റ്സ്, ഈ 10 പോയിന്റ്സ് നമ്മളെ ലൈഫിൽ കീപ്പ് ചെയ്താൽ തന്നെ അല്ലെ, കൊണ്ട് നടത്തിയാൽ നമ്മൾക്ക് ഈ നിമിഷത്തെ മനോഹരമാക്കി സ്വർഗീയ തുല്യമായുള്ള ലൈഫ് ആസ്വദിക്കാൻ കഴിയും നമുക്ക് അല്ലെ. ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഗോള്, ഇപ്പൊ നമ്മൾ ഈ ഗോൾ എഴുതുമ്പോഴും ഈ ഗോളിനെ കുറിച്ച്, ലക്ഷ്യങ്ങളെ കുറിച്ചും ആവശ്യമില്ലാത്ത പറയാണ്. ഒരിക്കലും ഒരു മാനിഫെസ്റ്റേഷൻ നടക്കൂല. ആ ഗോള് ഒരിക്കലും, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ കഴിയില്ല. എന്തുകൊണ്ട് എത്താൻ കഴിയില്ല? നമ്മൾ അതിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത നല്ല ചിന്തയാണ് വരുന്നത്, അതായത് നെഗറ്റീവ് ചിന്തയാണ്, പോസിറ്റീവ് അല്ല. അത് നടക്കുവോ ഇല്ലേ, അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുമോ, അത് അവര് ചെയ്യുമോ, അത് അവർ ഇങ്ങോട്ട് വരുമോ, അത് അതിനു വേണ്ട കാര്യങ്ങൾ മുടങ്ങുമോ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ ചിന്തകൾ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് ആ നെഗറ്റീവ് ശക്തി പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അതൊന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം ഈ നെഗറ്റീവ് ശക്തി. അത്രയും നെഗറ്റീവ് ശക്തികളെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യുക, നമ്മളെയൊക്കെ അടുപ്പിക്കരുത്. നമ്മളെ തീരുമാനം, നമുക്ക് നമ്മളേതായ ഒരു സെൽഫായിട്ട് ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കില്ല,
നമ്മൾ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, കുടുംബങ്ങളുണ്ട്. എല്ലാവരും പറഞ്ഞു ഞാൻ അവർക്ക് വേണ്ടി എന്റെ ജീവിതം കളഞ്ഞു, മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ ജീവിതം കളഞ്ഞു, എന്റെ മക്കൾക്ക് വേണ്ടി ജീവിതം കളഞ്ഞു. എന്തിന് ജീവിതം കളയണേ? നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ വളരെ കുറഞ്ഞ ലൈഫുള്ളൂ അല്ലെ? എത്ര വയസ്സ്, എത്ര കാലം വരെ ആ കുറഞ്ഞ കാലഘട്ടം നമ്മൾ ആസ്വദിച്ച് നമ്മളെ ലൈഫാണ്. നമ്മൾ ഇവിടെ ഗസ്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുക എന്തിനാ? നമ്മൾ ജീവിക്കാൻ ദുനിയാവില്, ഈ ലോകത്ത് നമുക്ക് എത്ര ജീവിക്കാം, എങ്ങനെയൊക്കെ ജീവിക്കാം, നല്ല രീതിയിൽ ജീവിക്കാൻ, മറ്റുള്ളവരോട് സ്നേഹിച്ചും അല്ലെ, കലഹിച്ചല്ലാതെ സ്നേഹിച്ചും സന്തോഷിച്ചും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തിട്ടും അല്ലെ, അങ്ങനെയുള്ള ഒത്തൊരുമയോട് കൂടി ജീവിക്കാനാണ് നമ്മളിവിടെ ഈ ലോകത്തോട്ട് വന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ കുറെ ഇമോഷൻസ് ഒക്കെ തലയിൽ കയറ്റി, എല്ലാവരുടെ ഭാരം എന്ത് ചെയ്തു നമ്മളെ തലയിലേറ്റി, അത് ഇങ്ങനെ കയറി നടക്കുകയാണ് ദിവസം. ഇതിനെപ്പറ്റി പറഞ്ഞ് എനിക്കൊരു സമാധാനമല്ല. എങ്ങനെ സമാധാനം ഉണ്ടാവുക? നമുക്ക് ആർക്കും സമാധാനം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അല്ലെ? മറ്റുള്ളവരുടെ മക്കളെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയും, അത് ആ രീതിയിലായിക്കോളും. എന്ത് സംഭവിക്കോട്ടെ, നമ്മളൊരു കാമൻ പോയിട്ടായിട്ടിരിക്കും. നമ്മളപ്പോ ഒരു അതിനെക്കുറിച്ച് ഒരു ഇതാവാണ്ട് അല്ലെ, വറിയാവാതെ, അതിനെക്കുറിച്ച് ആവശ്യമില്ലാതെ സ്ട്രഗിൾ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ കാമൻ പോയിട്ടായിട്ട് ശാന്തതയോടുകൂടി പരിഹരിക്കാൻ നോക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ആ ഒരു സംഗതി എങ്ങനെ എനിക്ക് അതിനെ മറികടക്കാൻ പറ്റും, എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും. അല്ലാണ്ട് നമ്മൾ ആവശ്യമില്ലാതെ അതങ്ങനെ ഇതിങ്ങനെ എന്ന് പറഞ്ഞ് അതിനടുത്ത് കുറെ ആളുകൾ വന്ന് നമ്മളോട് ഓരോന്ന് പറഞ്ഞു തരും. അതിലൊന്നും പെടാതെ നമുക്കൊരു ലൈഫുണ്ട്, അടിപൊളി ലൈഫ്. സ്വന്തം നമ്മളെ ഉള്ളിലുള്ള ഒരാളുണ്ട്, അതിനെ ശരിക്കും മനസ്സിലാക്കി ആ സോളിനെ അറിഞ്ഞ് സന്തോഷത്തോടെ അതിനെ ശക്തിപ്പെടുത്തി അതിനെ അത്രത്തോളം സ്നേഹിച്ചും, അതാണ് സെൽഫ് റെസ്പെക്ട് പറയല്ലേ. നമ്മുടെ ഉള്ളിലുള്ള ആളെ റെസ്പെക്ട് ചെയ്യുക അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള ആളെ റെസ്പെക്ട് ചെയ്യുക, അതിനെ സ്നേഹിച്ചും അത്രത്തോളം നമുക്ക് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ കൂടെ ഒരാളെ ഉണ്ടാവുള്ളൂ. എന്തിനും നമ്മുടെ ഉള്ളിലുള്ള ഒരാളാണ്. നമ്മൾ എന്ത് തീരുമാനത്തിനും ആ പാറ നമ്മളെ കൂടെ നിൽക്കും അല്ലെ? എന്തൊരു രസ, എന്ത് സന്തോഷത്തിനും നമ്മളെ കൂടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ആവശ്യമില്ലാത്ത ചിന്തകളാണ്, നെഗറ്റീവ് തോട്ട്സ് കൊടുത്ത് അതിനെ വ്രണപ്പെടുത്തുകയാണ്. ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യുക? വ്രണപ്പെടുത്തി അതിനെ ഒന്നുമില്ലാതാക്കി മാറ്റും. അപ്പോ ഹെൽത്തി നമുക്ക് നഷ്ടപ്പെടും, ഹെൽത്തി ആയിരിക്കാൻ പറ്റില്ല. എനർജി നമുക്ക് എപ്പോഴും ആ ഒരു സെറ്റ് പോയിന്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഹൈലി എനർജി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, ഹാപ്പിനെസ് കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ നിമിഷത്തെ, വരാനിരിക്കുന്ന എന്തോ അല്ല, ഈ ജീവിതമാണ്. ഈ ജീവിതം നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ ജീവിതം, നമുക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ഉള്ളിലുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ മരണം വരെ ഞാൻ അടിപൊളിയായിട്ട് ജീവിക്കും. എനിക്ക് എന്ത് സംഭവിച്ചോട്ടെ അല്ലെ, എന്ത് സംഭവിക്കും, ഒന്നൊക്കെ സംഭവിക്കുന്നത് നല്ലതിനാണ്. നാളെ അതൊന്നൊക്കെ സംഭവിക്കുന്നത് നല്ലതിനാണ്. എനിക്ക് നാളത്തെ കുറിച്ച് ഒന്നല്ല കൂടുതൽ ചിന്ത, ഈ നിമിഷത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്ത. അത് പോസിറ്റീവായിട്ട് ഇട്ട് അത് ആസ്വദിച്ച് അതിനെ സ്വർഗീയ തുല്യമായുള്ള ലൈഫ് ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക, മൈൻഡ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. പവർ ഓഫ് നോ, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പോ ഇത്രയും നേരം ഈ പവർ ഓഫ് നോ, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നൊരു വിഷയം എന്നെ ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരുന്ന് ഇത്രയും കേൾക്കാൻ കാണിച്ച മനസ്സിന് ഒരായിരം കൊടാനുകൂടി നന്ദി. ഓക്കെ, താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കട്ടോ. 5 മിനിറ്റ് ഉണ്ട്, ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോളൂ. അത് മെറാൻ സാർ അതൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കൂ. അതിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ഓക്കെ, യെസ് അൺമ്യൂട്ട് ആയിക്കണോ? സംസാരിച്ചോ റോഷന മാം, സംസാരിച്ചോ. ഞാൻ അൺമ്യൂട്ട് ആക്കി തന്നിട്ട് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യൂ. ഹലോ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? യെസ്. ഇത് പിന്നെ നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കുക, ഇത് സന്തോഷമാക്കുക എന്ന് പറയുമ്പോ നമുക്ക്
മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറെ ഉത്തരവാദിത്വങ്ങളും കൂടി ചേർന്നാണല്ലോ ശരിക്കും ഇപ്പൊ എന്റെ കുഞ്ഞ് അല്ലെങ്കിൽ എന്റെ കുറച്ച് വലുതായ മകളാണെങ്കിൽ ആ മകളുടെ ഒരു പേരക്കുട്ടി അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മ അങ്ങനെ ഒരുപാട് പേര് ചേർന്നാണ് ഒരു കുടുംബം. ഇപ്പൊ നമ്മള് എന്റെ ഒരു സന്തോഷം എന്ന് പറയുമ്പോ എനിക്ക് ചില നേരത്ത് സന്തോഷം എന്ന് പറയുന്നത് ഒന്ന് റെസ്റ്റ് ചെയ്യാനാവും, റെസ്റ്റ് ചെയ്യണതാവും എനിക്കൊരു സന്തോഷം. കാരണം ഞാൻ കുറെ പണിയെടുത്ത് ക്ഷീണിതായിരിക്കും, അതുപോലെ എന്തും. പക്ഷേ വേദഗ്രന്ഥത്തിന്റെ ഉത്ബോധനം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുക, ഉത്തരവാദിത്വം നന്നായി നിർവഹിക്കുക എന്നതിനാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾ ഉത്തരവാദിത്വം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്റെ ഞാനിനെ ചിലപ്പോഴെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തി എന്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ ഞാൻ നിർബന്ധിതയാവും. ഇതിന് ഞാൻ എങ്ങനെയാണ് ഈ ആശയത്തോട് ചേർത്ത് വെക്കുക? അതിന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ അറ്റാച്ച്മെന്റ്സ് വരുമ്പോഴാണ് നമുക്ക് അവരോട് ഓവർ അറ്റാച്ച്മെന്റ്സ് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് വിഷമം വരുന്നത്. അവർക്ക് വേണ്ടി അത് ചെയ്തല്ലോ, ഒരു പൂർണ്ണത എത്തില്ല നമുക്ക്. ഈ കുടുംബത്തോട് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ മക്കളായാലും ശരി, ഭാര്യ ഭർത്താവൊക്കെ ആയി ശരി, നമുക്ക് ഡിറ്റാച്ച്മെന്റ് ആയിട്ടുള്ള സ്നേഹം വേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഡിറ്റാച്ച്മെന്റ് ആയിട്ട് ഇതാ വേണ്ടത് പെരുമാറ്റം. അല്ലാണ്ട് ഒരിക്കലും ഡിറ്റാച്ച്മെന്റ്സ് ആയിട്ട് നമ്മൾ പെരുമാറുമ്പോൾ അവരോട് സഹവസിക്കുമ്പോൾ അവർക്ക് ആ ഒരു രീതിയിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ തിരിച്ചും അങ്ങനെ തന്നെയാണ്. എന്ത് കരുതി ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാം നടന്നു പോകും. അവിടെയാണ് പറയുന്നത് ഈ നിമിഷത്തിൽ നമ്മൾ ആശങ്കപ്പെടരുത്. ഈ ആശങ്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പ്യൂരിറ്റീസ്, ആവശ്യമില്ലാത്ത ഒരു ഇമോഷനാണ്, നമുക്ക് നെഗറ്റീവ് ആശങ്ക. അപ്പൊ നമ്മള് എന്റെ മക്കളെ, എന്റെ ഭർത്താവ്, ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ അത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും നമ്മൾ ഓവർ സ്ട്രഗിൾ ചെയ്യാണ് നാളേക്കുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട്. അല്ല, എന്താണ് അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചത്, അതിനു വേണ്ടി നമ്മൾ വറി ആവുക. ഈ വറി എന്ന സംഭവം, ആശങ്ക, അത് നമുക്ക് ജീവിതത്തിൽ വേണ്ട. ഒന്നിനും ആശങ്കപ്പെടരുത് നമ്മൾ. ഇപ്പൊ ഇതിൽ ആശങ്ക വരും. അപ്പോ ഡിറ്റാച്ച്മെന്റ്സ് ആയിട്ട് നമ്മളെ കൂടെ നിർത്തുക. അവരെ നോക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവരെ ഒന്നും നോക്കണ്ട എന്നല്ല, അവരെ നോക്കണം. അവരൊക്കെ നമ്മളെ കൂടെ നിൽക്കണം. നമ്മളെ ഉള്ളിലുള്ള സോള് പവർഫുൾ ആവുമ്പോ നമ്മളെ കുറെ ആള്, നമ്മളെ കൂടെ ഉള്ള ആള് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരു മിറാക്കിൾ പോലെ എല്ലാം സംഭവിച്ചിരിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിലുള്ള ആ പവർ, സോൾ പവർ തിരിച്ചു, ആ പവർ കൂടിയാൽ നമ്മൾ എന്താണോ ലൈഫിൽ ആഗ്രഹിക്കുന്നത് ഒക്കെ നമ്മളിലേക്ക് എത്തുന്നുള്ളതാണ്. അപ്പൊ എന്താണ് എല്ലാം എത്തും. ഇപ്പൊ ഭർത്താവായാലും ശരി, മക്കളുടെ കാര്യങ്ങളായാലും ഒക്കെ എത്തും. നിസ്സാര കാര്യമാണ്. ഡിറ്റാച്ച്മെന്റ് ആയിട്ട് സ്നേഹമാണ് വേണ്ടത്. അറ്റാച്ച്മെന്റ് ഒരിക്കലും ചെയ്യരുത്. അവിടെ നമുക്ക് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആവും. അറ്റാച്ച്മെന്റ്, സെന്റിമെന്റ്സ് അതൊരു ഇമ്പ്യൂരിറ്റീസ് ആണ്, ആവശ്യമില്ലാത്ത ഒരു ഇമോഷനാണ്. അപ്പൊ അത്രയും വികാരങ്ങളും അത്രയും ഇമോഷൻസും നമ്മൾ മൈൻഡിലേക്ക് കൊടുക്കാതെ ഡിറ്റാച്ച്മെന്റ് സ്നേഹിക്കുക. അപ്പൊ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാമൻ ക്വയറ്റായിട്ട് നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യപ്പെടും. അല്ലെങ്കിൽ ഒരിക്കലും നമ്മളുടെ കയ്യിലേക്ക് എത്തില്ല. അതാണ് അതിന്റെ പവർ. ഓക്കെ, താങ്ക് യു. പറഞ്ഞോളൂ, ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഈ ക്ലാസ്സിനെ കുറിച്ച് ഫീഡ്ബാക്കോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ, മ്യൂട്ട് ചെയ്ത് തരാം. ഓക്കെ മീറാൻ സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ പറയണേ? കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പോ ഈ നിമിഷം എല്ലാവരും സന്തോഷിച്ച് സമാധാനത്തോടെ, ഒന്നിനൊന്നിനും ആശങ്കപ്പെടാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ നിമിഷത്തിൽ ആസ്വദിച്ച് ജീവിക്കാനുള്ള നല്ലൊരു മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, നല്ലൊരു ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു.
ഈ ബാഗും ആ പർദ്ദയും അവിടെ നിന്ന് എടുത്ത് എവിടെ